വൈകുന്നേരങ്ങളിൽ ക്ലാസ് വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമുണ്ട്, അരിയുണ്ട. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കുത്തിരി എടുത്തിട്ടുണ്ട്. ഏതരി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കുത്തിരിയാണ് എടുത്തിരിക്കുന്നത്. കുത്തിരി നന്നായിട്ട് കഴുകി വാരി വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ചട്ടിയിലിട്ട് നന്നായിട്ട് അതിനെ മുരിയിച്ചെടുക്കണം. ഇത് അരിയുടെ ഇത് മാറിയിട്ട് നല്ല മുരുമുരാന്നിരിക്കണം. അപ്പോഴേക്കും അതവിടെ കിടന്ന് മുരിയിട്ട് നമുക്ക് ഒരു ശർക്കര ഒഴിക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര നീര് മാത്രം എടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അരിയും ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. നന്നായിട്ട് തന്നെ അത് ഫ്രൈ ആയിട്ട് വരട്ടെ. നമ്മുടെ ശർക്കരയും നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴേക്കും മിക്സിഡ് ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. നല്ല പാനിയായിട്ട് വരണം. ഇത് ശർക്കര നീര് ഒരുവിധം പാനിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്വാദായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര നീര് നല്ല കുറുകി ഒറ്റ നൂൽ പരുവമായിട്ട് വരട്ടെ. അങ്ങനെ ശർക്കര നീര് നല്ല പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. അതും നന്നായിട്ട് തേങ്ങയും ഇതിൻ്റെ കിടന്ന് നന്നായിട്ട് വിളഞ്ഞ് വരണം. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കണം. ഈ തേങ്ങയും ശർക്കരയും ഈ പൊടിയും കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനൊരു മിക്സാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും, തണുക്കണതിന് മുമ്പ് തന്നെ ഒരിതും ചൂടാറി കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഓരോ ഉരുളകളാക്കി എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മധുരമൂറും അരിയുണ്ട ഇവിടെ തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമുക്ക് അരിയുണ്ട എല്ലാം തയ്യാറായി. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ ബൈ.